ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളും വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയതൊക്കെ കേട്ടോ. അപ്പോൾ ഞാനും നന്ദമോളും കൂടി ഇങ്ങനെ പോവാട്ടോ, വൈകുന്നേരത്തെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത കുട്ടികളെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓളെ സ്നേഹിതികളൊക്കെയാണ്, വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ ഓരോപ്പരം കളിക്കുന്ന കുട്ടികളൊക്കെയാണ്. അപ്പം അത് കാണാൻ പോകാമെന്ന് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകുന്നേരം പോവാണ്. ഞാനും ഓളും മാത്രമായിട്ടാട്ടോ നടക്കുന്നത്. കാരണം ഓരെല്ലാവരും നേരത്തെ പോയി. അപ്പം ഞാൻ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടേനി കേട്ടോ. ആ പണികളൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നന്ദമോൾക്ക് തിരക്ക് കേട്ടോ, പോകണം പറഞ്ഞിട്ട് പിന്നെ രാത്രി ആകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങളൊരു 5-5:30 ആകുമ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ വേണം അവിടേക്ക് പോകാനായിട്ട്. അപ്പം ഞങ്ങൾ മണ്ണൂർ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നേരിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉത്സവമായതുകൊണ്ട് ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ അത് എവിടേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഇരുട്ടായി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വേഗം ഇരുട്ടാവും. നല്ല മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ വൈകുന്നേരമായ പോകാനൊരു പേടി തന്നെയാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുപാടും കൂടി ആകുമ്പം ഒരു പേടി തന്നെയാണ്. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്, പുറകിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓരോ സൈഡിൽ കൂടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും അരങ്ങേറ്റ സ്ഥലത്ത് എത്തിയപ്പം കുറച്ച് നേരം ഇരുന്നതിൻ്റെ ശേഷം അരങ്ങേറ്റം തുടങ്ങി കേട്ടോ. അപ്പോൾ അതാ ഓരോ കുട്ടികളങ്ങനെ അരങ്ങേറ്റമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള 2 കുട്ടികളും ഉണ്ട്. പിന്നെ കുറച്ച് ദൂരെയുള്ള മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പരിപാടിയുണ്ട് ഇന്ന്. ഫുൾ അരങ്ങേറ്റമാണ് ഇന്ന്. ബാക്കി ഡാൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ തലേ ദിവസം കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മുന്നേ ദിവസമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇടാൻ വൈകി പോയിന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പം വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ ഇന്ന് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോണതാണേ. അപ്പോൾ കുറച്ച് നേരം അരങ്ങേറ്റമൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ അരങ്ങേറ്റം കണ്ടിരിക്കണതിനോട് എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു അരങ്ങേറ്റം കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വേറെ ഡാൻസുകളോടൊക്കെയാണ് ഏറ്റവും വലിയ പ്രിയം. പക്ഷേ ഈ പ്രാവശ്യം എന്താവോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരം കണ്ടിരുന്നു കേട്ടോ. കുറേ നേരം ഉണ്ടായി. ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരുടേതായിട്ടുള്ള പരിപാടി കുറേ സമയം തന്നെ ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എല്ലാവർക്കും നമ്മളെ നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മളെ ചാനലിൽ ഈ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും കൂടെ പറയാണ്, ഒരു ലൈക്ക് അടിക്കണം. അപ്പം കുറേ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ സ്പീഡിലാണ് കേട്ടോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും തൊഴുതുകൊണ്ടുള്ള ചടങ്ങൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭരതനാട്യം എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരിക്കാനോ ഒന്നും അറിയില്ല. അതൊന്നും നമുക്ക് എന്താ പറയുക, അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്നില്ല. പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾ ഇതിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോയി കാണാനായിട്ട് പോയത്. പിന്നെ രാത്രിയിൽ മെഗാ തിരുവാതിര കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞങ്ങളെ കരിങ്കാൽ ക്ഷേത്രത്തിലെ നാട്ടുതാലപ്പൊലി ഉത്സവമാണ്. അത് ഏപ്രിൽ മാസങ്ങളിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവല്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. 2-3 ദിവസമല്ല, വിഷുവിൻ്റെ 2 ദിവസം മുന്നെയാണ് ഉണ്ടായത്. അപ്പം ചുറ്റുപാടുള്ള ജനങ്ങൾ മൊത്തം അവിടെ ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഉള്ള ആൾക്കാർക്കും ഞങ്ങളവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വല്ലാത്തൊരു രസം തന്നെയാണ് കേട്ടോ. അമ്പലങ്ങൾ പരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ ചുറ്റിലുള്ള വീട്ടുകാർക്ക് അതിൻ്റേതായ ആ ഒരു ഭയങ്കര ഒരു ഹാപ്പി തന്നെയാണല്ലോ അല്ലേ. അങ്ങനെയുള്ളൊരു ഹാപ്പി ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ അവനും ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കല്യാണം ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്താൽ പന്തലിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഓരോ സെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുന്നിൽ കുറേ വീഡിയോ എടുക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. എല്ലാവരും വീഡിയോഗ്രാഫർമാരായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ മക്കളെ പരിപാടികൾ ക്യാച്ച് ചെയ്യാനായിട്ടായിരിക്കും. സ്വന്തമായിട്ട് വീഡിയോ എടുക്കണവരും ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്താ വിചാരിച്ചത്, ഞാൻ ഇതിപ്പോൾ ഇനി ഓരോ മുന്നിൽ കൂടി വീഡിയോ പോയി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടോ. എന്നാലും ഒരിക്കൽ കൂടി എടുക്കാമെന്നും വിചാരിച്ച്. അപ്പോൾ എനിക്കിത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഇഷ്ടമായി. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക തിരുവാതിര തുടങ്ങാനായിട്ട്. മെഗാ തിരുവാതിരയാണെന്നൊക്കെ അവിടെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിയണ വരെ എന്തായാലും ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനീഷേട്ടൻ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടോ. ഞാനും നന്ദമോൾ മാത്രമല്ലേ പോയത്. ബാക്കി എല്ലാവരും അവിടെ എവിടെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഗാനമേളയുണ്ട്, മെഗാ തിരുവാതിരയുണ്ട് കേട്ടോ. അപ്പം തിരുവാതിരക്കുള്ള ഒരുക്കങ്ങളാണ്. ഭരതനാട്യമൊക്കെ അവിടെ അവസാനിച്ചിന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരുവാതിര നടക്കുന്ന സ്ഥലത്തേക്ക് വന്നതാട്ടോ. അത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഡാൻസൊക്കെ.
അതിന് സ്റ്റേജിൽ സ്ഥലം ഉണ്ടാവില്ല. കാരണം ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളുമായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അവർ അവിടെ പറയുന്നത്. അത്രയധികം കുട്ടികളും വലിയ ആൾക്കാരും കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് ഇപ്പം അല്ലേ. മെഗാ തിരുവാതിരയിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാരതും ഡാൻസ് കളിക്കുന്നതും തിരുവാതിര കളിക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ മെഗാ തിരുവാതിര ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ പറയാം നമുക്ക് ഇതും കൂടി കണ്ടിട്ട് പോവാം. ഗാനമേളൊക്കെ ഉണ്ട്, സിനിമ പിന്നണി ഗായകരൊക്കെയാണ് വരുന്നത്. പക്ഷെ അതൊന്നും കാണാൻ നിൽക്കണില്ല കേട്ടോ. ഞങ്ങൾ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. എല്ലാവരും റൗണ്ടിൽ നിൽക്കാനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആവണേ ഉള്ളൂ. കാരണം കുട്ടികൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ മുന്നിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു ടീംസായി വന്നതുകൊണ്ട് തന്നെ അപ്പം നല്ല കളം വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കളമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊടി വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഓരോരുത്തരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മക്കളെ നിർത്താമെന്നൊക്കെയുള്ള പ്ലാനാണ് കേട്ടോ അവർക്ക്. അപ്പം നടുവിൽ മക്കളാണല്ലോ ഉണ്ടാവല്ലേ, ഓരെയാണല്ലോ ആദ്യം തന്നെ കാണേണ്ടത്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ കുറേ നേരം നിന്ന് കേട്ടോ. കാരണം ചുറ്റിലും ഒരുപാട് ജനങ്ങളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരോടും മാറി നിൽക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയാണ് അവർക്ക്. പക്ഷേ കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടേനും. അപ്പോൾ ഞങ്ങളതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതാ തുടങ്ങാനായി കേട്ടോ. കുറേ ആൾക്കാർ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവരൊക്കെ കുട്ടികളൊക്കെ ആദ്യം മുന്നിൽ തന്നെ പോയിന് കേട്ടോ. എന്നിട്ട് അവിടെ തൊഴാൻ പോയതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. കാരണം ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയണമില്ല, ഇങ്ങനെ കാണാമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളിക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ. ഇതൊന്ന് കാണണം, ആ ഒരു ഇതിലാണല്ലോ അപ്പോൾ എത്രയും ആൾ നിൽക്കണത് അല്ലേ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ഒരുപാട് ആൾക്കാരായപ്പോഴേ മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാണ്. എങ്ങനെ ഉണ്ടാവും ഇവിടുത്തെ ജനത്തിരക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം കൈകൊട്ടിക്കളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തലേന്ന് തന്നെ കഴിഞ്ഞതാട്ടോ. ഒരുപാട് കൈകൊട്ടിക്കളി ഉണ്ടായി, അതിലും തിരുവാതിരകൾ ഉണ്ടായി. പക്ഷേ ഇങ്ങനെ മെഗാ തിരുവാതിര ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വെച്ചിട്ടാട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മളെ ഗ്രൗണ്ടിൽ വെച്ചിട്ടുമാണ് ചെയ്യണത് തന്നെ. അപ്പം തിരുവാതിരയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടതാ ഓല് കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നേരെ റൗണ്ട് ഇട്ടിട്ടൊക്കെയാണ് നിൽക്കണത് എല്ലാവരും കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കളെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അങ്ങനെ എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവർക്ക് എങ്ങനെ ഒപ്പിച്ചിട്ടും ഒക്കണില്ല കേട്ടോ സംഭവം. അതാണ് ഏക പ്രോബ്ലം ഉണ്ടായത്. മക്കളെ ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട് എന്നുള്ള രീതിക്കാട്ടോ പോണത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സ്വരൂപിച്ച് നിൽക്കണ്ടേ, പറയാൻ കിട്ടണില്ല കേട്ടോ വാക്കുകൾ. അപ്പം വലിയ ആൾക്കാരെ വകയായിട്ട് എല്ലാവരും നല്ല റൗണ്ട് ഇട്ട് നിൽക്കുന്നുണ്ട്. മക്കൾ മുന്നിൽ റൗണ്ട് ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ശരിയായി എന്നാണ് തോന്നണത്. കാണാൻ കുറേ നേരമായിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എത്ര നോക്കിയിട്ടും ഇത് നടന്ന് കാണുന്നില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് ഈ കളി തുടങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അപ്പം പാട്ടൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഓരെല്ലാവരും കളിക്കാനുള്ള ഒരു ഇതിലായിന്, എനർജിയൊക്കെ വന്നു തുടങ്ങിയത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കൊന്ന് കളിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായി. പക്ഷെ നമുക്ക് ഓരോ ശാരീരിക അസ്വസ്ഥതകളുള്ള കാരണം തന്നെ ഇതൊന്നും നടക്കണ കാര്യമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബായ്.